അതിൽ പങ്കുകൊണ്ട് നിങ്ങൾ ബലം പ്രാപിക്കണം. ഇവിടെ വചനം മാത്രമേ പറയുന്നുള്ളൂ, ഒരു മാനുഷിക ശബ്ദമല്ല നിങ്ങളത് കേൾക്കുന്നത്. നിങ്ങൾ നിശ്ചയമായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, വന്ന് നിങ്ങളത് അനുഭവിച്ച് നോക്കണം എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യം തന്നു. ഞാൻ സത്യത്തിൽ ഈ ഒരു വാഞ്ചയോടുകൂടെ, ഞാൻ ഒരു രോഗസൗഖ്യം പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നത്. ഞാൻ വാക്കറിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എനിക്കിനി എഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ബ്രദറിനോട് പറഞ്ഞു. ഒരിക്കലും എനിക്ക് എഴിക്കാൻ പറ്റില്ല ബ്രദർ, ഇനി ഈ അവസ്ഥയിൽ നിന്ന്. കാരണം അത് അനുഭവങ്ങൾ വളരെ വ്യക്തമാണ്. ഈ അസ്ഥികൾ യോജിക്കാൻ ഇനി എത്രയെങ്കിലും കാലം പിടിക്കില്ല. കാരണം പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻ്റാണ്. ഒരിക്കലും എനിക്ക് എണീക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്തായാലും എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്നുള്ള ഒരു വാഞ്ചയോടുകൂടെ വചനം പഠിക്കണം, അങ്ങനെ ഒരു നല്ല സ്ഥാനത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലണം എന്ന് പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടിയാലും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഇഴഞ്ഞായാലും ഞാൻ പോവും എന്ന് വിചാരിച്ച് ഞാൻ ഈ സ്ഥാനത്തേക്ക് കടന്നു വന്നു. ഞാൻ ചൊവ്വാഴ്ച പ്രയറുകളിലാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഏറ്റവും പരിമിതമായ സമയത്തിൽ, വളരെ കൃത്യസമയത്തിൽ തന്നെ തുടങ്ങും, കൃത്യസമയത്തിൽ നിർത്തുന്ന ഒരു മനോഹരമായ ഒരു ആരാധനയാണ് അവിടെ ഉണ്ടായിരുന്നത്. പാട്ടുകൾക്ക് ഒരുപക്ഷെ സൗന്ദര്യം ഉണ്ടാവില്ല, ഒരുപക്ഷെ താളനിബദ്ധമായിരിക്കില്ല, പക്ഷെ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് സോ ഹൈ. ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു. ഞാൻ അവിടെ അനുഭവിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു പ്രചോദനമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്രതശുദ്ധിയാണ് ഈ ആരാധന ഇത്ര ശക്തമായി നിർത്തിക്കൊണ്ടു പോകുന്നതെന്നുള്ള ഒരു വലിയൊരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ സ്ഥിരമായിട്ട് വരുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ പ്രാർത്ഥനയിൽ വന്ന് എനിക്ക് വലിയ വലിയ വിടുതലുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഞാൻ ആരാധനയിൽ പങ്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വചനങ്ങളെല്ലാം എഴുതിയെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വായിക്കും. അതിലുപരിയായിട്ട് അദ്ദേഹം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള വചനം, ദൈവം പരിശുദ്ധാത്മാവ് എനിക്ക് അധികമായ കാഴ്ചകൾ എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. ഞാൻ ദിനവും അത് വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വായിച്ച് ഈ ആരാധനയ്ക്ക് വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അസ്ഥികൾക്ക് ബലം കുറഞ്ഞവരും ഞരമ്പ് സംബന്ധമായ അസുഖമുള്ള ആൾക്കാരുമായിട്ടുള്ളവർക്ക് ഇപ്പോൾ ദൈവം സൗഖ്യം കൊടുക്കുന്നു, വളരെ ഒരു വിടുതൽ കൊടുക്കുന്നു, അത്ഭുതകരമായ ഒരു സൗഖ്യം കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ ഇതിന് ആഴ്ചകൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. ഞാൻ എഴുന്നേറ്റ് വണ്ടി ഓടിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം പോകാൻ പറ്റി. പരസഹായത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. മറ്റുള്ളവരെ വിളിക്കണം, ഫോൺ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് അടുത്ത ദിവസം മുതൽ എനിക്ക് വളരെ വ്യക്തമായി എനിക്ക് സന്തോഷത്തോടെ പോകാനും പ്രവർത്തിക്കാനും സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. അതിവിടെ വന്നതുകൊണ്ടാണ്. നിഷ്ഠയോടുള്ള ഒരു വ്രതശുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ പ്രാർത്ഥന മുഖാന്തരമാണെന്ന് ഞാൻ ഉറക്കെ പറയുന്നത്. കാരണം അതുകൊണ്ട് ആ വിടുവിച്ച ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും എൻ്റെ എല്ലാ ജീവിതകാലം മുഴുവൻ ഞാൻ സ്തുതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബവും സ്തുതിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 15-ാം തീയതി ജോലിക്ക് പോയി മടങ്ങി വരുന്ന സമയം ബൈക്ക് ഒരു തടികഷ്ണത്തിൽ തട്ടി ബൈക്കിൽ നിന്ന് ആൾ തെറിച്ചു വീഴുകയും തലപ്പൊട്ടി ബ്ലീഡിംഗ് ആയി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ബ്ലീഡിംഗ് കൂടുതലായതിനാൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വളരെ നിലവിളിയോടെ മരണകരമായ അവസ്ഥയിൽ പപ്പയും അമ്മയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിട്ടു. അവിടെ ഒരാഴ്ചയോളം അബോധാവസ്ഥയിൽ കിടന്ന സമയത്ത് ആൻറ്റിയോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ആൻറ്റി പ്രാർത്ഥിച്ച ഉടൻ തന്നെ 7 ദിവസമായ അബോധാവസ്ഥയിൽ കിടന്ന എൻ്റെ ഭർത്താവ് പിറ്റേന്ന് മുതൽ ഭക്ഷണവും വെള്ളവും എല്ലാം എടുക്കാൻ തുടങ്ങി. ഇത്ര അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ കൊച്ചന് വേണ്ടിയാണ്. എൻ്റെ കൊച്ചൻ്റെ പേര് ദയാനന്ദൻ, നെടുമങ്ങാട് താമസിക്കുന്നു. ഈ കൊച്ചൻ വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഫ്രണ്ടിലായിട്ട് വലിയൊരു ക്ഷേത്രം, ലക്ഷക്കണക്കിന് രൂപ മുടക്കി വലിയൊരു ക്ഷേത്രമൊക്കെ വെച്ച് പൂജാരിയൊക്കെ വെച്ച് പൂജയും അങ്ങനെ ആചാരവുമായിട്ട് ജീവിച്ച ഒരാളാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് കുഞ്ഞമ്മ ഇങ്ങനെ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചുപോയി. അത് മാത്രമല്ല, കൊച്ചൻ്റെ ജീവിതത്തിൽ ഈ അസ്ഥി തേയ്മാനത്തിൻ്റെ അസുഖം കൊണ്ട് കൈയൊന്നും ഉയർത്താൻ പറ്റത്തില്ല, കാലുമുട്ട് പ്രശ്നം, നേരാമണ്ണം നടക്കാൻ പറ്റത്തില്ല, ഒരു 10 അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. നടക്കുമ്പോൾ കൈ നേരമായിട്ട് ഉയർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി ചികിത്സയും ഒത്തിരി ഡോക്ടർമാരൊക്കെ കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ്, ഇതിനി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കൊച്ചന് വളരെ വിഷമവും പ്രയാസവും, രാത്രി ഉറക്കമില്ല. 2 ആൺമക്കളാണ്. ആൺമക്കളെ കൊണ്ടും ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം ഈ അവസ്ഥകൾ ഒന്നും ആരോട് പറയും? അപ്പോൾ ഞാൻ ഈ ഭവനത്തിൽ ഇങ്ങനെ കൊച്ചൻ്റെ അവിടെ പോയപ്പോൾ കൊച്ചൻ വളരെ സങ്കടത്തോടുകൂടി ഈ അവസ്ഥകളൊക്കെ പറയുവാനിടയുണ്ടായി. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് രാത്രി ഉറക്കമില്ല, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ടാബ്ലറ്റ് കഴിച്ചിട്ടും എനിക്ക് ഒരു കുറവുമില്ല, ഞാൻ ഒത്തിരി ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുത് അങ്ങനെ ജീവിക്കുന്നതാണ്. ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ ഇഷ്ടംപോലെ കാശ് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അങ്ങനെ ജീവിക്കുന്ന, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, ദൈവങ്ങളൊന്നും എന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയെല്ലാം കേട്ടിട്ട് എൻ്റെ അവസ്ഥ ഞാൻ
കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. ഡിസ്ക് കംപ്ലൈൻറ്റ്, ശ്വാസം മുട്ടൽ, വായുവിൻ്റെ അസുഖം, കൊളസ്ട്രോള്, അങ്ങനെ നിരവധി പല അസുഖങ്ങളും ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥാപനത്തിൽ 1 മണിക്കൂർ പോലും എനിക്ക് പട്ടറയിൽ ഇരുന്ന് എൻ്റെ ബിസിനസ് നടത്താൻ പറ്റത്തില്ല. ഒന്ന് ഇരിക്കുമ്പോഴേ എനിക്ക് 1 മണിക്കൂർ കഴിയും നിൽക്കുന്ന പോയി കട്ടിലിൽ പോയി കിടക്കണമെന്ന് തോന്നും. എന്നിട്ട് 1 മണിക്കൂർ കിടന്നിട്ട് വീണ്ടും കടയിൽ വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ മാനസികമായി തകർന്ന അവസ്ഥയാണ്. എനിക്ക് കുടുംബ കോവിലും ക്ഷേത്രവും, ഞാൻ കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഒത്തിരി ക്ഷേത്രങ്ങളിൽ പോയി എല്ലാം ആരാധിച്ച് ഒത്തിരി കാശൊക്കെ ചിലവാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊച്ച. ഞാനും നിങ്ങളെക്കാളും വളരെ ആയിരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ എൻ്റെ സ്ഥാപനത്തിന് അടുത്ത് ഉള്ള ഒരു സഹോദരൻ ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുവാൻ ഇടയുണ്ടായി. ഇങ്ങനെ നെയ്യാറ്റിൻകരയിൽ ഈ ബ്രദർ സിസ്റ്ററിൻ്റെ ഈ ആരാധനയെക്കുറിച്ച് പറയാനുണ്ടായി. അങ്ങനെ ആ സഹോദരൻ പറഞ്ഞ പ്രകാരം ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്ന് സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ഈ ആരാധനയിൽ കടന്നു വരിക, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രവും പൂജയും എല്ലാം ഒന്ന് വെച്ച് മതിയാക്കിയിട്ട് നിങ്ങൾ ഈ ദൈവസന്നിധി വരിക, കർത്താവ് നിങ്ങളെ ഈ ആരാധനയിൽ കൂടെ നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സഹോദരൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ ആരാധനയിൽ കടന്നു വരികയും കർത്താവിൻ്റെ ദാസയും അവിടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഓരോരോ 2006 ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നത്. എൻ്റെ അസുഖം ടാബ്ലറ്റ് എപ്പോഴും പാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയായിരുന്നു, അപ്പോഴപ്പോഴാണ് മരുന്ന് കഴിക്കാൻ വേണ്ടി. എന്നാൽ കർത്താവിൻ്റെ ദാസയും പ്രാർത്ഥിച്ച ഈ ആരാധനയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി എൻ്റെ ഓരോരോ അസുഖം ഒന്നൊന്നായി ഓരോ അസുഖം കുറയാൻ കർത്താവ് സ്വർഗത്തിലെ ദൈവം എന്നെ തൊട്ട് വിടുവിക്കാൻ തുടങ്ങി. 40 പേരെ വെച്ച് തൊഴിൽ നടത്താൻ തക്ക രീതിയിൽ എൻ്റെ ബിസിനസ് കർത്താവ് അത് ഭയങ്കരമായി എന്നെ കർത്താവ് ഉയർത്തി. എല്ലാ രീതിയിലും എൻ്റെ വലിയവനായ ദൈവം എന്നെ വിടുവിച്ചു. ഞാനപ്പോൾ കൊച്ചൻ്റെ പറഞ്ഞു, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ കടന്നു വരണം. ഞാൻ ആ സഹോദരൻ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ക്ഷേത്രവും പൂജയും എല്ലാം ഒന്ന് വെച്ച് മതിയാക്കി വെച്ചിട്ട് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് നോക്കുക. സ്വർഗത്തിലെ ദൈവം, നിങ്ങളിവിടെ നിന്ന് കരഞ്ഞാൽ മതി, ഈ ആരാധനയിൽ വന്ന് കരയുക, യേശുവേ എൻ്റെ അവസ്ഥ ഇന്നതാണെന്ന് പറഞ്ഞാൽ മതി, 100% സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കും. അങ്ങനെ ഈ കൊച്ചൻ പറഞ്ഞു, എനിക്ക് ശരീരസുഖവും എനിക്ക് ആരോഗ്യം മതി, ഞാൻ എവിടെ വേണോ വരാം, എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം വിടുതൽ കിട്ടിയാൽ മതി യേശുവിൻ്റെ സന്നിധിയിൽ. അങ്ങനെ ഈ കൊച്ചൻ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ LMS TGM ഹാളിൽ ഒരു പ്രയറിൽ എല്ലാ ചൊവ്വാഴ്ചയും കൊച്ചൻ നെടുമങ്ങാട് മുടങ്ങാതെ വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു 4 മാസത്തേക്ക് മുമ്പേ ഒരു പ്രയറിൽ ആരാധന മധ്യേ എല്ലാവരെയും എണീറ്റീർത്ത് പ്രാർത്ഥിച്ചു. അവർക്ക് കർത്താവിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന രോഗമായിട്ട് ആരും മടങ്ങിപ്പോവുകയില്ല, സ്വർഗത്തിലെ ദൈവം എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ നിലവിളിക്കുക, കരയുക, യേശുവേ എൻ്റെ അവസ്ഥ ഇന്നതാണ് എന്ന് കർത്താവിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സെക്കൻഡിൽ തന്നെ ദൈവാത്മാവ് കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഉയരത്തിലെ ഒരു ശക്തി വന്ന് കർത്താവിൻ്റെ തൊട്ടു. ആ സെക്കൻഡിൽ തന്നെ കൊച്ചിന് കൈയൊന്നും ചലിക്കാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കൈ മുകളിലോട്ട് വയ്ക്കാൻ പറ്റില്ല. കർത്താവ് തൊട്ടു, കർത്താവ് പൂർണ്ണ ആരോഗ്യം കൊടുത്തു. നേരാമണ്ണ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി പൂർണ്ണമായി സൗഖ്യവും വിടുതൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേർക്ക് കൊച്ചിന് കടമായിട്ട് പൈസകൾ ബുദ്ധിമുട്ട് പറയുമ്പോൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് കടം ചോദിച്ച് കൊച്ചിൻ തിരിച്ച് കൊടുക്കാത്ത കാശുകൾ ഓരോരുത്തരായിട്ട് ഇനി കിട്ടൂല എന്ന് വിചാരിക്കുന്ന കാശുകൾ ഈ ആരാധന മുഖേന കർത്താവ് ഓരോരുത്തരെ വലിയ പിടിച്ചുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഒരു കെട്ടിടം വെച്ച് കടമുറി വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി 1 വർഷം വരെ അവിടെ കൊച്ചനെ അങ്ങനെ ഇട്ടിരുന്ന എല്ലാവരും വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകുമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, കർത്താവിൻ്റെ കൃപയാൽ ആ കടമുറികളെല്ലാം ഇപ്പോൾ വാടകയ്ക്ക് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ആ കടമുറിയെല്ലാം ഫില്ലായി കൊടുക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത യേശു കർത്താവിന് കോടാനുകോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് സാക്ഷി എന്ന് വിരമിക്കുന്നു. സഭയിൽ നിറയണമേ പരിശുദ്ധ
പകരണമേ, ഇനി സഭയിൽ നിറയണമേ. പാപികൾക്ക് അനുതാപം വരുത്തണമേ, തണുത്തവരിൽ അഗ്നി പകരണമേ. പാപികൾക്ക് അനുതാപം വരുത്തണമേ, തണുത്തവരിൽ അഗ്നി പകരണമേ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങളും അതിശക്തമായിന്നു വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങളും അതിശക്തമായിന്നു വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. അടിമനുഖങ്ങളെ തകർക്കണമേ, ദേശത്തിൽ വിടുതൽ നീ അയക്കണമേ. അടിമനുഖങ്ങളെ തകർക്കണമേ, ദേശത്തിൽ വിടുതൽ നീ അയക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. സ്വർഗത്തിലേക്ക് നോക്കാം. നമുക്ക് വേറെ ആരുണ്ട്? Whom else we go? നാം ആരിടത്തിൽ പോകും? നാം ആരിടത്തിൽ ചെന്ന് ആശ്രയിക്കും? നാം ആരിടത്തിൽ ചെന്ന് കരയും? പ്രിയമുള്ളവരെ, നമുക്ക് വേറെ ആരുണ്ട്? നമുക്ക് വിടുതൽ തരുവാൻ, നമുക്ക് ആശ്രയം നൽകുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമുക്ക് സമാധാനം തരുവാൻ, നമുക്ക് ഉയർച്ച നൽകുവാൻ, നമുക്ക് നിത്യത നൽകുവാൻ, നമുക്ക് മക്കളെ തരുവാൻ, നമുക്ക് പഠിത്തം തരുവാൻ, നമുക്ക് മനസ്സമാധാനം തരുവാൻ, നമുക്ക് ഉയർച്ച നൽകുവാൻ വേറെ ആരുണ്ട്? യേശു ഒഴികെ, യേശു ഒഴികെ, കർത്താവ് ഒഴികെ, സർവശക്തൻ ഒഴികെ. ആർപ്പിടുക, 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 ആർപ്പിടുക. ഇത് ഒരു മതമല്ല, ഇത് ഒരു ജാതിയല്ല, ഇത് നിന്റെ ജീവനാണ്, നിന്റെ ജീവനാണ്, നിന്റെ ജീവനാണ്. അടങ്ങി നിൽക്കല്ലേ, അടങ്ങി നിൽക്കരുതേ, അടങ്ങി നിൽക്കരുതേ. ദൈവ പൈതലേ, ആർപ്പിടുവീൻ, ആർപ്പിടുവീൻ. ജെരിക്കോ മതിലിതാ വീഴുന്നേ, ജെരിക്കോ മതിലിതാ വീഴുന്നേ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ഫോർ യു, ഫോർ യു, ഫോർ യു, ഫോർ യു. നിങ്ങൾക്കായി, നിങ്ങൾക്കായി, നിങ്ങൾക്കായി. ഐ ആം നോട്ട് ലൈയിങ്. ഞാൻ കള്ളം പറയുന്നില്ല. നമ്മുടെ രക്ഷിതാവ് ഈ മണൽപ്പരപ്പിൽ ഉണ്ട്, ഈ മണൽപ്പരപ്പിൽ ഉണ്ട്, ഈ മണൽപ്പരപ്പിൽ ഉണ്ട്, നിന്റെ മുമ്പിലുണ്ട്. നിന്നെ ചുറ്റും തീ മതില, തീ മതില,
തീ മതിലായി ഞാൻ സേവിക്കുന്നവൻ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആകയാൽ ആർപ്പിടുവിൻ, ആർപ്പിടുവിൻ, അഗ്നിയിൽ നിറയുവിൻ, അഗ്നിയിൽ നിറയുവിൻ. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. ദൈവമേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. നല്ലവനെ വല്ലവനെ പൊന്ന് കാന്തനെ ഹല്ലൽ തീർക്ക എന്നോ വന്ന് ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലവനെ പൊന്ന് കാന്തനെ ഹല്ലൽ തീർക്കാം എന്നോ വന്ന് ചേർത്തിടുമെന്നെ. തുല്യമെല്ലാം ഓടട്ടോ വീണകളെണ്ണി, തുല്യമെല്ലാം ഓടട്ടോട് വീണകളെണ്ണി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസൻ. ഒരു പോരായ്മയും ദൈവം കണക്ക് വയ്ക്കരുതേ. മനസ്സലിയണമേ. The Bible says Jesus Christ, when he saw a man, first he was moved with compassion, then he healed everyone. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു രോഗിയെ കാണുമ്പോൾ അന്ന് യേശു മനസ്സലിഞ്ഞ് പിന്നെ അവരെ തൊട്ട് സൗഖ്യമാക്കി. ഈ 10,000 രാജാ അങ്ങയുടെ സന്നദ്ധിയിൽ നിൽക്കുന്നത് സുന്ദർ സിംഗിനെ കാണാനല്ല, ഒരു മനുഷ്യനെ കാണാനല്ല, ഇന്ന് ഇരുന്ന് നാളെ പുഴുവാകുന്ന മനുഷ്യനെ കാണാനല്ല. They are here to see you. They are here to see you. കർത്താവേ, മുഖം മറയ്ക്കരുതേ, മുഖം മറയ്ക്കരുതേ. ദൈവം അങ്ങയുടെ ജനത്തോട് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ നല്ല പിതാവേ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വചനം. റെവല്യൂഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വെളിപ്പെടുത്തുന്ന വിശേഷം 1-ാം അധികാരം 3-ാം വചനം കേൾക്കണം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നവർ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. The time is near. The time is near. 2016 കഴിഞ്ഞു പോയി. 2017 ആദ്യ ദിവസത്തിൽ നാം കാൽ പതിച്ചിരിക്കുന്നു. സ്വർഗം അരുളി ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 1:3 സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതില് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. കാരണം സമയം അടുത്തിരിക്കുന്നു. അതാണ് നമ്മുടെ ചിന്താ വിഷയം. ദ ടൈം ഈസ് നിയർ. കാലം സമീപമായിട്ട്, കാലം സമീപമായിട്ട്. സമയം അടുത്തായി, സമയം അടുത്തിരിക്കുന്നു. ദ ടൈം ഈസ് നിയർ. ദാനിയേൽ പ്രവചനം 12:4 സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന് നടപ്പാനിരിക്കുന്ന സർവകാര്യവും വെളിപ്പെടുത്തി കൊടുത്തിട്ട് ദൈവം ദാനിയേലിന് അരുളി ചെയ്യും.
seal this prophecy. Daniel seal this prophecy. Daniel 12:4 പുസ്തക ചുരുൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മുദ്രയിടുക. പ്രവചന ചുരുൾ മുദ്രയിട്ട് വയ്ക്കുക. We have ample time. സമയമുണ്ടല്ലോ, സമയമായിട്ടില്ലല്ലോ. ആകയാൽ ഡാനിയൽ seal this prophecy. ഈ പ്രവചനം മുദ്രയിട്ട് വയ്ക്കുക. ഇനിയും സമയമുണ്ടല്ലോ. കാലം കഴിഞ്ഞ് പത്മോസ് ദ്വീപിൽ യേശുവിന്റെ സാക്ഷി നിമിത്തം നാടുകടത്തപ്പെട്ട യോഹന്നാന് സ്വർഗത്തിലെ ദൈവം നടപ്പാനുള്ള സംഭവം വെളിപ്പെടുത്തി കൊടുത്തിട്ട് വെളിപ്പാട് പുസ്തകം 22:10 അതേ ദൈവം അരുളി ചെയ്യുന്നു, സീൽ നോട്ട് ദിസ് പ്രോഫസി. ഈ പ്രവചന ചുരുൾ മുദ്രയിടരുതേ, ഇത് തുറന്നിരിക്കട്ടെ. കാരണം സമയമായി, സമയമായി, സമയം അടുത്തായി. 2000 ആണ്ടുകൾക്ക് മുമ്പ് പത്മോസ് ദ്വീപിലെ തന്റെ സ്നേഹം ഉള്ള ശിഷ്യൻ യോഹന്നാനോട് അരുളി ചെയ്തത് സമയമായി. പ്രവചന ചുരുൾ മുദ്രയിടരുത്. ഇന്ന് 2000 ആണ്ടുകൾ കഴിഞ്ഞ്, 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, എങ്കിൽ എത്ര അധികം സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. The time is so near. സമയം വളരെ അടുത്തായി. ആകയാൽ നിങ്ങൾ കേൾക്കുന്നത് ദൈവശബ്ദമാണ്. സുന്ദർ സിംഗിന്റെ ശബ്ദമല്ല, ഒരു പ്രസംഗിയുടെ ശബ്ദമല്ല. It is God himself speaking through a vessel, that's all. ഒരു മനുഷ്യൻ മുഖാന്തരം നിന്നെ നിർമ്മിച്ച ദൈവം തന്നെ നിന്നോട് സംസാരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ 1 പത്രോസ് 4:8 പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. ഇംഗ്ലീഷിൽ വളരെ ലളിതമാണ്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ബി സീരിയസ്, ബി സീരിയസ്. സമയം അടുത്തായി, സമയം അടുത്തിരിക്കുന്നു. ആകയാൽ ബി സീരിയസ്, ജാഗ്രത ഉള്ളവരായിരിപ്പിൻ. എന്തുകൊണ്ട്? വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കിങ് ശാലമൻ മുഖാന്തരം സഭപ്രസംഗി 1-2 എല്ലാം മായ. ആമേൻ. സഭപ്രസംഗി 1:2 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ഓൾ വാനിറ്റി, കാണുന്നത് എല്ലാം മായ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, സങ്കീർത്തനം 49:10, സങ്കീർത്തനം 49:17 ഒരുത്തൻ മരിക്കുമ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, അവൻ യാതൊന്നും കൊണ്ടുപോകുന്നില്ല, തന്റെ സമ്പാദ്യമൊക്കെയും മറ്റവർക്ക് വിട്ടേച്ചു പോകുന്നു. ആകയാൽ എല്ലാം മായ. സമപ്രസംഗി 1-4 ഒന്നും നിലനിൽക്കുന്നില്ലല്ലോ, ഒന്നും നിരന്തരമല്ലല്ലോ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സഭപ്രസംഗി 1:4 വെളിപ്പാട് പുസ്തകം 6:12 ഒരു തലമുറ വരുന്നു, മറ്റൊരു തലമുറ പോകുന്നു. വെളിപ്പാട് പുസ്തകം 6:12 നമ്മ പഠിപ്പിക്കുന്നു, ചന്ദ്രൻ രക്തതുല്യമായി. അതേ വചനം നമ്മ പഠിപ്പിക്കുന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് ഉലഞ്ഞ് അതിന്റെ കായ്കൾ ഉതിരുന്നത് പോലെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്ന് വീഴുന്നത് ഞാൻ കണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതേ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു,
പുസ്തക ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം മാഞ്ഞിപ്പോകുന്നത് ഞാൻ കാണുന്നു. എല്ലാം മായ, ഒന്നും നിലനിൽക്കുന്നത് അല്ലല്ലോ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ആകയാൽ 1 പത്രോസ് 4 അധ്യായം 7 വചനം ദൈവാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നു, സർവത്തിന്റെയും അവസാനം ഇതാ അടുത്തിരിക്കുന്നു. ദൈവാത്മാവ് ആദ്യം നമ്മ പഠിപ്പിച്ചത് സമയം അടുത്തിരിക്കുന്നു. 1 പത്രോസ് 4:7 ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നു, സർവത്തിന്റെയും അവസാനം അടുത്തിരിക്കുന്നു. ആകയാൽ ബി സീരിയസ്, ജാഗ്രത ഉള്ളവരായിരിപ്പേൻ. ഏതൊക്കെ അടുത്തിരിക്കുന്നു? നമ്പർ 1, ലൂക്കോസ് സുവിശേഷം 12:20 ദൈവാത്മാവ് മുന്നറിയിപ്പ് നൽകുന്നു, ഏ മനുഷ്യ, നിന്റെ പ്രാണന് ഇന്ന് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് എടുക്കും. എന്നാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അതിന്റെ അർത്ഥം മരണം അടുത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നാളത്തെ രാവിലത്തെ സമയം ഞാൻ കാണും എന്ന് ആർക്ക് പറയുവാൻ കഴിയും? ഒരു മനുഷ്യനും പറയുവാൻ കഴിയുകയില്ല. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 9:27 ഫോർ എവറി മാൻ വൺസ് ടു ഡൈ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജഡ്ജ്മെന്റ്. എല്ലാ മനുഷ്യർക്കും മരണം, പിന്നെ ന്യായവിധി. ആമേൻ. ഇവിടെ ആർക്കും നിരന്തരമല്ല. ഉത്തമ ഗീതം 6:8 നമ്മ പഠിപ്പിക്കുന്നു, മരണം ബലമുള്ളത്. My brother, the death is very strong. Therefore, be serious. ജീവിതത്തിൽ സീരിയസ് ഉള്ളവരായിരിപ്പിൻ, ജാഗ്രത ഉള്ളവരായിരിപ്പിൻ. മരണം മുമ്പിൽ ഉണ്ട്, മരണം അടുത്തിരിക്കുന്നു. രണ്ടാമത് ലൂക്കോസ് സുവിശേഷം 21:29 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, വേനൽക്കാലം അടുത്തിരിക്കുന്നു. ആമേൻ. വസന്തകാലം സമീപമായിട്ട് ബൈബിൾ സേസ് ദ സമ്മർ ഈസ് അറ്റ് ഹാൻഡ്. അതിന്റെ അർത്ഥം അന്തരീക്ഷം ക്ലിയർ. ആമേൻ. കാലാവസ്ഥ അന്തരീക്ഷം ക്ലിയർ. എന്നാൽ ഞാൻ വരും എന്ന് അരുളി ചെയ്തവൻ വേഗം വരും. സമയം അടുത്തായി. ആമേൻ. മരണം അടുത്തിരിക്കുന്നു, വേനൽ അടുത്തിരിക്കുന്നു. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, സർവത്തിന്റെയും അവസാനം അടുത്തിരിക്കുന്നു. ആകയാൽ ജീവിതത്തിൽ സീരിയസ് ആയി ജീവിക്കുക, ജാഗ്രത ഉള്ളവരായി ജീവിക്കുക. ഇവിടെ ദീർഘനാളുകൾ നാം ജീവിക്കാൻ പോകുന്നില്ല. ആർക്കും ഇവിടെ നിരന്തരമല്ല. യോബ് എഴുതുന്നു, യോബുവിൻ പുസ്തകം 14 ആദ്യ വരികളിൽ, അല്പായുസ്സുള്ളവൻ മനുഷ്യൻ, ഈ അല്പായുസ്സിലെ ദൈവം ഒന്ന്, കണ്ടതെല്ലാം ദൈവങ്ങളല്ല. ദൈവം ഒന്ന്, ദ ഓൺലി ഓംനിപൊട്ടന്റ് ഗാഡ്, സർവശക്തൻ, ഏക സത്യ ദൈവം. ആ ദൈവത്തെ കണ്ടെത്തി ഒന്ന്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സഭാപ്രസംഗി 12:13 അവനെ ഭയപ്പെട്ട് അവന്റെ പ്രമാണം കൈക്കൊണ്ട് ജീവിക്കണം. ഒന്നാമത്. രണ്ടാമത് സദൃശവാക്യം 8:13 ആ ദൈവത്തെ ഭയപ്പെട്ട് പാപം വെറുത്ത് ജീവിക്കണം. മൂന്നാമത് യോഹന്നാൻ സുവിശേഷം 15:10 ആ സത്യ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വചനം സ്നേഹിച്ച് അവനെ സ്നേഹിച്ച് ജീവിക്കണം. അങ്ങനെ ഈ കൊച്ചു ആയുസ്സിൽ, അല്പ ആയുസ്സിൽ ദൈവ പൈതലേ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ, സഭപ്രസംഗി 3:11 ആ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ നിത്യത അവൻ നൽകുന്നു. ആമേൻ, ഹല്ലേലൂയ.
നിത്യത. കണ്ടെത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഭയപ്പെട്ട് ജീവിച്ചാൽ ഹൃദയത്തിലെ നിത്യത. ഇവിടെ അല്പായുസ് അവനെ കണ്ടെത്തിയാൽ, രാജാവിന്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്താൽ, മരണം ഒരു ഉറക്കമാണ്. മരണം ഒരു നിദ്രയാണ്. മരണാന്തിരം മരിച്ച് ജീവിച്ചിരിക്കുന്ന ഏക സത്യദൈവം യേശുവുമായി നിത്യമായി നിനക്ക് ജീവിക്കുവാൻ കഴിയും. ആകയാൽ ജീവിതം അല്പായുസ് സീരിയസായി എടുത്തുകൊള്ളുക. ദൈവത്തെ ഭയപ്പെടുക. മരണം അടുത്തിരിക്കുന്നു. വേനൽക്കാലം അടുത്തിരിക്കുന്നു. സർവത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്താകതെനിക്കെത്ര ആനന്ദോ. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്താകതെനിക്കെത്ര ആനന്ദോ. എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാൻ രക്ഷിതാവിൻ